ബിസ്മില്ലാഹി റഹ്മാനി റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വളരെ മഹത്തായ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള, അതായത് നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, നമുക്ക് ഇഹത്തിലെയും പരത്തിലെയും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള നല്ലൊരു ദുആയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അള്ളാഹുവിൻ്റെ ഹെൽപ്പില്ലാതെ, അവൻ്റെ സഹായമില്ലാതെ നമുക്കൊരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ അത്രത്തോളം അശക്തരാണ്. അതുകൊണ്ട് തന്നെ ചെരുപ്പിൻ്റെ പാറ് പൊട്ടിയാൽ പോലും അള്ളാഹിനെ വിളിക്കാൻ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണം അല്പം ഒന്ന് ഉപ്പ് കുറഞ്ഞാൽ അതൊന്ന് ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നവരാണ്. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഏതൊരു കാര്യത്തിനും വളരെ നിസ്സാരമായി നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും, ഏതൊരു ഘട്ടത്തിലായാലും, ഏതൊരു നല്ല കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് എപ്പോഴും അള്ളാഹുവിനോട് ഹെൽപ്പ് ചോദിച്ചുകൊണ്ടേ നമ്മളിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് അള്ളാഹുവുമായിട്ട് നമ്മൾ കൂടുതൽ റിലേറ്റഡ് ആവുക, അവനുമായിട്ടുള്ള കണക്ഷൻ ഒന്ന് ദൃഢമാവുക. അപ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ദുആ ഞാൻ ആദ്യം ഒന്ന് കേൾപ്പിക്കാം. ഇത് കേട്ടയുടനെ നമ്മളെല്ലാവരും ഇത് കാണാതെ പഠിക്കുകയും അത് മരണം വരെ ജീവിതത്തിൽ ചൊല്ലുകയും ദുആ ഇരക്കുകയും ചെയ്യണം എന്ന് അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി വസ്ലിഹ് ലി ദുനിയായ അല്ലത്തി ഫിഹാ മആശി വസ്ലിഹ് ലി ആഖിറതി അല്ലത്തി ഫിഹാ മആദി വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ വജഅലിൽ മമാത റാഹത്തൻ ലി മിൻ കുല്ലി ഷർ. ഇതിൽ നമ്മൾ 5 കാര്യങ്ങളാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 കാര്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. അള്ളാഹുവെ, നീ എനിക്ക് എൻ്റെ ദീനിനെ ശരിയാക്കി തരണേ. എങ്ങനെയുള്ള ദീനാണ്? അല്ലദീ ഹുവ ഇസ്മത്തു അംരി, എൻ്റെ കാര്യത്തിൻ്റെ രക്ഷയാകുന്ന എൻ്റെ ദീന്, എൻ്റെ മതനിഷ്ഠ നീ എനിക്ക് നന്നാക്കി തരണമേ. ഇസ്മത്ത് എന്നാൽ മാ യഅ്തസിമു വ യസ്തംസികു ബിഹി എന്നൊക്കെ അർത്ഥം വരാം. അതായത് നമ്മൾ മുറുകെ പിടിക്കേണ്ടതാണ് നമ്മുടെ ദീന്. നമ്മുടെ ദീനാണ് നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. അവിടെയേ നമുക്ക് രക്ഷയുള്ളൂ. ദീന് നമ്മളൊരു സൈഡാക്കിയിട്ട് ബാക്കിയുള്ള അപ്രധാനമല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനാക്കിയും കൊണ്ട് നടന്നാൽ നമുക്കൊരു രക്ഷയും ഉണ്ടാവില്ല. ഇഹത്തിലും പരത്തിലും നഷ്ടം മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ദീനിനെ നന്നാക്കിക്കൊണ്ടിരിക്കണം. ഇസ്ലാഹുദ്ദീന്. അതിലെന്തെങ്കിലും ഫസാദ് വന്നാൽ, എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നാൽ ഇഹവും പരവും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ ഇസ്ലാഹ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എൻ്റെ ദീന് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പണിയെടുത്ത് തുടങ്ങണം. എന്നിട്ടാണ് നമ്മൾ ഈ ദുആ ചെയ്യേണ്ടത്. അതായത് എങ്ങനെയാണ്? നമ്മൾ വെറുതെ അങ്ങോട്ട് നന്നാവൂല. അത്തമസ്സുകു ബിൽ കിതാബി വസുന്ന, അള്ളാഹുവിൻ്റെ കിതാബും അവൻ്റെ സുന്നത്തും അറിയുകയും വേണം, അത് പഠിക്കുകയും അതനുസരിച്ച് അത് മുറുകെ പിടിച്ചുകൊണ്ടുള്ളൊരു ജീവിതം ഉണ്ടാവുകയും വേണം. അങ്ങനെയൊരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. അതുപോലെ തന്നെ സലഫ് സ്വാലിഹുകളുടെ, സ്വഹാബികളുടെ, താബികളുടെ, നല്ല സത്യസന്ധരായിട്ടുള്ള ആളുകളുടെ ചരിത്രങ്ങൾ നമ്മൾ അറിയണം. അത് അവരെ നമ്മൾ ഫോളോ ചെയ്യാൻ, അവരെ പിൻപറ്റാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ഹെൽപ്പ്, നമ്മുടെ ദീനിനെ അള്ളാഹു നന്നാക്കി തരും, കൂടുതൽ ഊഷ്മളമാക്കി തരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ ഇഖ്ലാസ് ഉണ്ടാവും. അള്ളാഹുവിനോട് ദുആ ചെയ്യാനും അതുപോലെ തന്നെ അവൻ്റെ വജഹ് ഉദ്ദേശിച്ചു കൊണ്ടുള്ള പ്രവർത്തനം ചെയ്യാനും ഒക്കെ നമ്മുടെ മനസ്സ് തയ്യാറായിക്കൊണ്ടിരിക്കും. അതുപോലെ റസൂലുള്ളാഹിയെ പിൻപറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതക്രമം നമ്മുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കായി അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ അള്ളാഹു നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യം വസ്ലിഹ് ലി ദുനിയായ അല്ലത്തി ഫിഹാ മആശി. അതായത് അള്ളാഹുവെ, എൻ്റെ ദുനിയാവിനെ നീ നന്നാക്കണേ. അല്ലത്തി ഫിഹാ മആശി,
അതായത് എൻ്റെ ജീവിതമാർഗം ഉൾക്കൊള്ളുന്നതായ എൻ്റെ ഐഹിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരണമേ എന്നാണ് നമ്മളവിടെ ചോദിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഈ വളരെയധികം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിനെ അവർ വിശേഷിപ്പിച്ചൊരു വാക്കുണ്ട്, ദാറുൽ ഫാനിയത്തുൽ ഖസീറ. അതായത് എപ്പോൾ വേണമെങ്കിലും നശിക്കാവുന്ന, ഖസീറ പറഞ്ഞ വളരെ ചുരുങ്ങിയതായിട്ടുള്ള ഒരു ദാറ്, അതാണ് ഒരു ഭവനം, അതാണ് ഈ ഒരു ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആയുഷ്യം നമുക്ക് നന്നാക്കി കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ സന്തോഷമുള്ളവരാവുക, സമാധാനമുള്ളവരാവുക എന്നുള്ളതും ഏറ്റവും വലിയ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇവിടുത്തെ റിസ്ക്, അള്ളാഹു നമുക്ക് തരുന്ന മത്താഴുകൾ, വിഭവങ്ങൾ, നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ല ഭർത്താവ്, നല്ല മക്കൾ, നല്ല വീട്, നല്ല അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള സമ്പത്ത്, ഇങ്ങനെയുള്ള ഹയാത്തുൻ ത്വയ്യിബ, ഹലാലുമായിട്ടുള്ള ഒരു ഖനാഅത്ത്, അതായത് ഒരു തൃപ്തി, ഒരു റാഹത്ത് ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതും അതും അള്ളാഹുവിൽ നിന്നും നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതാണ്. ഇവിടെയൊക്കെ ഞാൻ പറയട്ടെ, നമ്മൾ അതിനനുസരിച്ചുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ അള്ളാഹു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റാഹത്തും ഹൈറും ബർക്കത്തും, ഒരുപാട് നമുക്ക് സ്വത്തുണ്ടാവുക, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുക, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല, ഉള്ളതിൽ ഹൈറും ബർക്കത്തും തൃപ്തിയോട് കൂടിയിട്ട് ജീവിക്കാൻ സാധിക്കുക, സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഐഷിലുള്ള നമ്മുടെ ഒരു ജീവിത മാർഗത്തിലുള്ള വിഭവത്തിലുള്ള ഹൈറ് സുൽഹ് അതും നന്നാക്കി തരണേ എന്നാണ് നമ്മൾ ഈ ഒരു രണ്ടാമതായിട്ട് നമ്മൾ ചോദിക്കുന്നത്. മൂന്നാമതായിട്ട് ചോദിക്കുന്നത് വസ്ലിഹ് ലി ആഖിറതി അല്ലത്തി ഫിഹ മആദി, എൻ്റെ ആഖിറ, എൻ്റെ പാരത്രിക ജീവിതം നന്നാക്കണേ എന്നാണ്. അത് എങ്ങനെയുള്ളതാണ്? അല്ലത്തി ഫിഹ മആദി, മടക്കസ്ഥലം ഉൾക്കൊള്ളുന്ന, എൻ്റെ മടക്കസ്ഥലം ഉൾക്കൊള്ളുന്ന എൻ്റെ പാരത്രിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരണമേ എന്നാണ് മൂന്നാമതായി നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് നല്ലൊരു ഹാത്തിമ ഉണ്ടാവണം, നല്ലൊരു അവസാനം ഉണ്ടാവണം, അല്ലേ? അതേപോലെ നമ്മുടെ റബ്ബിലേക്കുള്ള മടക്കം നല്ല രീതിയിൽ വളരെ സന്തുഷ്ടരായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അത് ഹുസ്നാവണം, അത് നന്നാവണം. അതുപോലെ സ്വർഗത്തിലെത്തി വിജയം വരിക്കാൻ, അങ്ങനെ പാരത്രിക ജീവിതം നല്ല രീതിയിലാവാൻ ആ ഒരു നന്നാവൽ ആണ് നമ്മളിവിടെ ഇതുകൊണ്ട് ചോദിക്കുന്നത്. നാലാമതായിട്ട് നമ്മൾ ചോദിക്കുന്നത് വജഅലിൽ ഹയാത്ത സിയാദത്തൻ ലി ഫി കുല്ലി ഖൈർ, അതായത് ഈ ജീവിതം എല്ലാവിധ നന്മയിലും എനിക്ക് വർധനവാക്കി തീർക്കുകയും വേണമേ എന്നാണ്. നമുക്ക് ഒരുപാട് കാലം ആയുസ് അള്ളാഹു തന്നു, 60, 70, 80, 90 കാലം നമുക്ക് തന്നു. പക്ഷേ അതിലൊരു ഹൈറ് ചെയ്യാതെ, അതിലൊരു ബർക്കത്തില്ലാതെ നമ്മളങ്ങനെ അങ്ങോട്ട് ജീവിച്ചു തീർത്തു എന്നുണ്ടെങ്കിൽ നമ്മൾ നഷ്ടക്കാരിലാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആയുസ് വളരെ ചുരുങ്ങിയതാണെങ്കിലും വളരെ നൈമിഷികമാണ് ഈ ഒരു ദുനിയാവ്. എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം, അല്ലേ? ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതമാണ്. അപ്പോൾ അല്പസമയമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിലും അത് നന്നായി യൂസ്ഫുൾ ആക്കാൻ, കൂടുതൽ ഹൈറുകൾ, നന്മയിൽ മുന്നേറിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളയോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, മൻ ഖൈറുൻ നാസ്, ആരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ എന്നുള്ളത്. അപ്പോൾ റസൂലുള്ള കൊടുക്കുന്ന മറുപടി, മൻ തോല ഉംറുഹു വഹസുന അമലുഹു, ആർക്കെങ്കിലും കൂടുതൽ ആയുസ് കിട്ടുകയും അവനവൻ്റെ പ്രവൃത്തി നന്നാക്കുകയും ചെയ്തിട്ടുള്ള ആളുണ്ടല്ലോ, അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ മുന്നിലുള്ള ടൈം നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അഞ്ചാമതായിട്ട് നമ്മൾ ചോദിക്കുന്നത് വജഅലിൽ മമാത്ത റോഹത്തൻ ലി മിൻ കുല്ലി ഷർ, മരണത്തെ എല്ലാവിധ തിന്മയിൽ നിന്നും എനിക്ക് ആശ്വാസമാക്കി തീർക്കുകയും വേണമേ എന്നുള്ളതാണ്. നമ്മുടെ മരണം നമ്മൾ ദുനിയാവിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞ് ഒരു റിലാക്സേഷൻ ആയിരിക്കണം. ഇത് മുഅ്മിന് മാത്രം കിട്ടുന്നൊരു ക്വാളിറ്റിയാണ്. കാരണം നമ്മളെ മരണശേഷം ഇതിനേക്കാൾ കൂടുതൽ സുഖമുള്ള, സൗഭാഗ്യമുള്ള ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയുള്ള ഒരു മൗത്ത്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള റാഹത്ത് നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു മൗത്ത്. കാരണം നമുക്ക്
ഇത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കാണ്, കൂടുതൽ റഹ്മത്തിലേക്കാണ്, കാരുണ്യത്തിലേക്കാണ്, സ്നേഹത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കുക. ഇത് കാഫിറായ ഒരാൾക്ക് കിട്ടൂല. അയാളുടെ മരണം ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളതായിരിക്കും. കുറച്ച് മിനിറ്റ് കൂടെ നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് കെഞ്ചുന്നുണ്ടാവും. എന്നാൽ ഇത് മുഅ്മിന് മാത്രം കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ള ഈ 5 കാര്യങ്ങളും അള്ളാഹു തരും ഇൻഷാ അള്ളാഹ്. എന്തെങ്കിൽ നമ്മളെ ഭാഗത്തു നിന്നും ഒരു പരിശ്രമം ഉണ്ടാവണം. ഇതെല്ലാം നന്നാക്കി തീർക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു നന്നാവലുണ്ടാവണം. നമ്മുടെ ജീവിതം നമ്മൾ തസ്കിയത്ത് സംശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. തെറ്റുപറ്റും, മനുഷ്യരാണ്. എങ്കിലും അള്ളാഹു തൗബ സ്വീകരിക്കാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുക. ഈ ഒരു ദുആ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.